ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഗോകർണയിലേക്കാണ്. ഓ ഓ ഗൈസ്, നോക്കൂ ഗൈസ്. കുറേ റൈഡിന് ശേഷം ഇവിടെ എത്തി. സത്യം പറയാമല്ലോ, പട്ടി പരുവായിട്ടുണ്ട്. ഇപ്പോൾ നല്ല ശാന്തമായിട്ടുള്ള ഏരിയ ആണ് കേട്ടോ. നമ്മൾ വന്ന വഴിയെല്ലാം നല്ല രസമാണ്. ആ, ഇത് ഇവിടെ എല്ലാം കൊള്ളാം, നല്ല രസമുണ്ട്. നല്ല ഒരു എന്നാ നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥലം പോലെ അല്ലേ. ബ്ലോക്കായിട്ട് ഓരോ വീട് പോലെ നമ്മൾ ഈ കർണാടകയിലെ ട്രാഫിക്കിലും ഈ തിരക്കിലും പൊടിയിലും എല്ലാം കിടന്നിട്ട് ഇവിടോട്ട് വരുമ്പോൾ ഒരു ഭയങ്കര ഒരു പ്രശ്നപ്പാണ്. ഇവിടെ നല്ല ശാന്തമായിട്ട് കിടക്കുന്ന സ്ഥലം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി ഫ്രഷ് ആയിട്ട് കാണാം. അപ്പം ഞങ്ങൾ നിൽക്കുന്ന റൂം ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂം, ഡോർമെട്രി ആണ്. അജ്മൽ അവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. ആ, നല്ല ക്ലീൻ റൂമാണ്, കുഴപ്പമൊന്നുമില്ല. എ സിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത്യാവശ്യം റേറ്റ് കുറവല്ലേ. ആ, കുഴപ്പമൊന്നുമില്ല. ഇതാണ് ഞങ്ങൾ നിന്ന റൂം. പിന്നെ നമ്മുടെ റൂമിൻ്റെ ചുറ്റുപാടും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പട്ടിയെ കാണാം. ഹായ് പട്ടി. അപ്പോൾ ഈ കാണുന്നതാണ് ഞങ്ങൾ നിന്ന റൂം. സണ്ണി സെറിനിറ്റി എന്ന് പറഞ്ഞ ഒരു ഹോം സ്റ്റേ ആണ്. ഇവിടെ അത്യാവശ്യം നല്ല രസമൊക്കെ ഉണ്ട് കാണാൻ. കാരണം ഗ്രീനറി കാര്യങ്ങൾ അങ്ങനെയെല്ലാം ഉണ്ട്. ജസ്റ്റ് നിങ്ങളത് കാണിച്ചു തന്നെ ഇത് കണ്ട് ഫുള്ള് പ്ലാന്റ്സും കാര്യങ്ങളും എല്ലാം ആയിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഒരു തണുപ്പൊക്കെ ഉണ്ട്, ഒരു ചെറിയ ചൂടുണ്ട്. ഒരു വാം ക്ലൈമറ്റാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. നമ്മുടെ റൂമെന്ന് പറയുന്നത് AC ഒക്കെയാണ്. അത്യാവശ്യം വൃത്തിയൊക്കെ ഉള്ള റൂമാണ്. എന്നൊരു ഓവർ 5 സ്റ്റാർ സെറ്റപ്പ് പോലത്തെ റൂമൊന്നുമല്ല.
പക്ഷേ നല്ല അടിപൊളി സ്ഥലമാണ്. കുറച്ച് പീസ്ഫുള്ളായിട്ടുള്ള ഒരു ഏരിയയാണ്. അത്യാവശ്യം ബഡ്ജറ്റിന് കിട്ടാൻ പറ്റിയൊരു നല്ല റൂമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങളിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങുവാണ്. അപ്പം അവരെല്ലാം അങ്ങോട്ട് പോയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങോട്ടൊന്ന് മാറിയതാണ്. അപ്പം നമുക്കിനി പോയി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് നമുക്ക് ആദ്യം ഒരു ബീച്ചിൽ പോകണം. അത് ഇതുവരെ ബീച്ചാണോ വാട്ടർഫോളാണോ ഏതാണെന്നൊന്ന് തീരുമാനിക്കണം. അത് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്കിനി ബാക്കി വിഷ്വൽസ് കാണാം. എടുത്ത് ആദ്യം എങ്ങോട്ടാണ് പോകുന്നത്? വണ്ടി എടുത്ത് ആദ്യം പോകുന്നത് ഫുഡ് കഴിക്കാൻ. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ പോകുന്നത് വൈറ്റ് എലിഫന്റ് കഫേയിലാണ്. വൈറ്റ് എലിഫന്റ് കഫേയാ? അതേത് വൈറ്റ് എലിഫന്റ് കഫേയാ? നമുക്ക് നോക്കാം. ഏതോ ഒരുത്തം കൊണ്ടുവന്ന് ഇവിടെ വണ്ടി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഇതെടുത്ത് മാറ്റിയിട്ട് നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് നമുക്ക് ഇവിടുന്ന് സ്കൂട്ടാം. ഞങ്ങൾ ജസ്റ്റ് ഒരു ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. നല്ലൊരു ആംബിയൻസ് ഇവിടെ അധികം ആൾക്കാരും കാര്യങ്ങളും ഒന്നുമില്ല. എന്തോ ഇവിടെ പണി നടക്കുന്നതാണെന്ന് തോന്നുന്നു പുതിയതായിട്ട്. നോക്കിയാൽ ഇവിടെ എന്തോ പോണ്ടാണോ എന്തോ വരുന്നൊരു സെറ്റപ്പ് പോലെ എന്തോ കാണുന്നുണ്ട്. അപ്പോൾ പോണ്ടായിരിക്കും, പോണ്ടല്ലെന്ന് തോന്നുന്നു. കുഴി എടുത്തിട്ടിരുന്നു, അപ്പോൾ ചെടി വെക്കാനായിരിക്കും. അപ്പോൾ അവിടെയാണെന്ന് തോന്നുന്നു ഹോട്ടൽ. ഇവിടെ എന്തോ റിസപ്ഷനും കാര്യങ്ങളും ഒക്കെയാണ് കാണുന്നത്. അതെ, ഇവിടെ ഒരു പോണ്ടുണ്ട്. കുളം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എവിടെയും നോക്കും. അതാണ് ഞാൻ. ഇവിടെ ഒരു പോണ്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ മീനും കാര്യങ്ങളും ഒന്നുമില്ല. ചിലപ്പോൾ ഇടുമായിരിക്കും, ചിലപ്പോൾ ഇത് ഓൺ പ്രോഗ്രസ് ആയിരിക്കും ഇതൊക്കെ. അപ്പം നമുക്കിനി ഒന്ന് ഫുഡ് വല്ലതും ഉണ്ടോ എന്നൊന്ന് അന്വേഷിച്ച് നോക്കാം. എങ്ങനെയുണ്ടോ ഫുഡ്? ഫുഡ് രക്ഷയില്ല കേട്ടോ. കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നാലും അല്ലേ, ഫുഡ് ഒരു രക്ഷയില്ല. കൂന്തലൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാം. എന്നാലും ഞങ്ങളിതൊന്ന് കഴിച്ച് തീർത്തോട്ടെ. ഓക്കെ. सन्नी सेनिरिटी मार्केट में नो किस है मतलब ये ना स्टेशन है ना स्टेशन इधर से थोड़ा बोकाना इंटरनेशनल क्या भैया
Also, you can make a cold coffee with not thick milk. Cold milk. Frozen milk. It will be better. कोल्ड कॉफी अच्छा था. No, I'm saying that if you make cold coffee with frozen milk, no, it will be more better. ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. ഫുഡ് ഒരു രക്ഷയില്ലായിരുന്നു അല്ലേ? ഫുഡ് ഒരു രക്ഷയില്ലായിരുന്നു. പക്ഷേ കോൾഡ് കോഫി ലൈമും മേടിച്ച് അത് അത്ര രസമായിട്ടില്ല. ഇത് ഇവിടെ ഈ സ്ഥലത്തിൻ്റെ പേരിന് White elephant. വൈറ്റ് എലിഫൻ്റ്. White elephant restaurant. ആ, വൈറ്റ് എലിഫൻറ്റ് റെസ്റ്റോറൻറ്റ്. ഇവിടെ റെസ്റ്റോറൻറ്റും ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് താമസിക്കാനുള്ള ലോഡ്ജ് സെറ്റപ്പും ഇതെല്ലാം ഉണ്ട്. എല്ലാം ചെയ്തു വരുന്നതേ ഉള്ളെന്നാണ് തോന്നുന്നത്. ഇവിടെ എന്തൊക്കെ മേക്കിങ്ങിലാണ്. പക്ഷെ കൊള്ളാം, ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി അടുത്ത ലൊക്കേഷനിലേക്ക്. ഇതാണ് നമ്മുടെ പ്രൊഫഷണൽ റൈഡർ. വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് വണ്ടി ഓടിച്ചിറക്കുകയാണ്. ഓക്കെ, രണ്ട് കപ്പിൾസ് പോകുന്നു. അഭിജിത്തിന് ചിക്കില്ലാത്തതുകൊണ്ട് വിഷമിച്ചിരിക്കുന്നു. വീണ്ടും കപ്പിൾസ്. ഫോർട്ട് മിർജാനല്ലേ? മിർജാൻ ഫോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് വിസിറ്റേഴ്സിനെയും ഒക്കെ കാണാൻ പറ്റും. ഇതാണ് ഫോർട്ട്. ഞങ്ങളെല്ലാവരും വണ്ടി തേണ്ട ഇവിടെ പാർക്ക് ചെയ്തെല്ലാം കാക്ക പണി തരുമോ? പെട്ടെന്ന് ഇവിടുന്ന് മഴയൊക്കെ മഴ വരാനുള്ള നല്ല സാധ്യത തോന്നുന്നു. മഴ വരാൻ വന്നോളൂടെ. കന്നഡയിലല്ല കേട്ടോ, മഴ വരാൻ സാധ്യതയുണ്ട്. എന്തായാലും ജസ്റ്റ് നമുക്കതൊന്ന് കയറി ഒന്ന് കണ്ടു നോക്കാം. ഓ, ഇവനെ കൊണ്ട് നമ്മൾ ഫോർട്ടിൻ്റെ അവിടുന്ന് ഇറങ്ങി മറ്റേ തിരിച്ച് അടുത്ത ഡെസ്റ്റിനേഷന് ഇവിടെ ഏത് എങ്ങോട്ടാ പോകുന്നത്? നമ്മൾ ഏതോ ഒരു ബീച്ചിലോട്ടാണ് കേട്ടോ അടുത്ത പോകാൻ പോകുന്നത്. സൺസെറ്റ് കാണാൻ പോകും. സൺസെറ്റ് കാണാനെന്നുള്ള വ്യാജേനയാണ് പോകുന്നത്. പക്ഷെ ഇപ്പം തന്നെ ഭയങ്കര മൂടലും കാര്യങ്ങളൊക്കെയാണ്. എങ്ങനെ ആകുമെന്നൊന്നും അറിയാൻ പറ്റത്തില്ല. നമുക്കെന്തായാലും പോയി നോക്കാം.
അപ്പം നമ്മളിപ്പം നിൽക്കുന്നത് ഓം ബീച്ചിലാണ്. അപ്പം അതിൻ്റെ പാറയുടെ മണ്ടയിൽ കൂടെ എല്ലാം കയറി ഇറങ്ങി നടക്കലായിരുന്നു എൻ്റെ പരിപാടി. അടിപൊളി സെറ്റപ്പ് സ്ഥലം കേട്ടോ, നല്ല അതുകൊണ്ട് കുറച്ച് ആൾക്കാരും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, വലിയ കാറ്റില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് സൗണ്ടൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇവിടെ നിൽപ്പുണ്ട്. ജസ്റ്റ് നിങ്ങൾ ആ വ്യൂ ഒക്കെ ഒന്ന് കാണിച്ചു തരാം. ഹോം ബീച്ച് എന്ന് പറഞ്ഞാൽ ഇത് കാരണമായിരിക്കും അല്ലേ? ഇത് കണ്ടത് ഇതല്ലേ ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഒരു ഷേപ്പ് ഒരു ഓം ഷേപ്പ് വരുന്നുണ്ട്. അതായിരിക്കണം ഈ ഓം ബീച്ച് എന്ന് പറയാൻ കാര്യം. ചിലപ്പോ അവൻ തരും കേട്ടോ. കമോൺ ഷോ മീ. ഷാവോമി അല്ല 1% ആണ്. ഓ ചളിവാരി കുത്തു കേട്ടോ. അപ്പൊ ഇതാണ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഹോം ബീച്ചിന്റെ ഇമേജ്. അത് സെറ്റപ്പ് തന്നെയാണ്. ഇവിടെ ഒരു വെട്ടവും വെളിച്ചം ഇല്ലാത്ത സമയത്താണ് നമ്മൾ വന്നത്. അവരെല്ലാം കൂടെ അങ്ങോട്ട് ചാടിപ്പോയി കേട്ടോ. അപ്പം ഞാനൊന്ന് ചാടിപ്പോയി നോക്കട്ടെ എന്തൊക്കെ ഞങ്ങൾക്കൊന്നും അറിയത്തില്ല. എന്നാലും ഈ ചെരുപ്പിട്ടേക്കുന്നുണ്ട്. എൻ്റെ അമ്മേ, ഇല്ല വരാം. കുറച്ച് ഓടാ കേട്ടോ എൻ്റെ പുറം വഴിയൊക്കെ വരാൻ. എൻ്റെ അമ്മോ, ഈ കല്ലെല്ലാം ഇരിക്കുന്ന കണ്ടിട്ട് ഇവിടെ എന്തോ ഒക്കെ പാർട്ടിയും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. The next day. അയ്യോ,
ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പം ഞങ്ങൾ ഇന്നലെ കുറേ വൈകിട്ടായി വന്നപ്പോഴത്തേക്കിനും പിന്നെ അങ്ങ് ഉറങ്ങിപ്പോയി. പിന്നെ ഞാൻ ചാർജിങ്ങിനും അതിനും എല്ലാം കുത്തിയിട്ട് നമ്മുടെ ഫയൽസും എല്ലാം മാറ്റണമല്ലോ, അല്ലെങ്കിൽ ഇതിൻ്റെ സ്പേസ് ഇല്ല. അപ്പോൾ അതിനൊക്കെ വേണ്ടി ഇട്ട് കഴിഞ്ഞ് അതുപോലെ തന്നെ കിടന്ന് ഉറങ്ങിപ്പോയി. ലൈറ്റ് വരെ ഓഫ് ചെയ്യാൻ മറന്നുപോയി. എന്തായാലും ഇപ്പം നമ്മൾ എഴുന്നേറ്റിട്ടുണ്ട്. ഇന്ന് നേരത്തെ എന്തായാലും പോകണം. ഇപ്പോൾ സമയം ഒരു 8 മണി കഴിഞ്ഞിട്ടുണ്ട്. രാവിലെ ഒന്ന് ഫ്രഷപ്പായിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇവിടെ നിന്നുണ്ടെന്ന് തോന്നുന്നു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇനി അടുത്ത പരിപാടി നോക്കണം. കാരണം ഇന്ന് ഞങ്ങൾക്ക് വൈകിട്ട് തിരിച്ച് പോവുകയും വേണം. അപ്പം അതാണ് ഇന്നത്തെ പരിപാടി. ഇവിടെ നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്തോ മഴ കഴിഞ്ഞിട്ടിരിക്കുന്ന പോലെ ഇരിക്കുന്നു കേട്ടോ. പക്ഷെ മഴയൊക്കെ പെയ്തെന്ന് തോന്നുന്നു രാത്രിയിൽ. അതെ, ഇപ്പം മുടിയൊക്കെ ഒരുമാതിരി ഇരിപ്പുണ്ട്. അപ്പോൾ എന്തായാലും ഇനി ഫ്രഷപ്പായിട്ട് കാണാം ഗൈസ്. എണീറ്റോടാ, എണീറ്റടാ സ്വീറ്റേ. പല്ല് തേക്കാൻ ഞങ്ങളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുമെന്നൊക്കെ പറയുന്നു. എവിടെയാണോ എവിടെയാണെന്നാടോ പറഞ്ഞത്? ഓക്കെ. ഒരു അപ്പത്തിൻ്റെ മണം ചിലപ്പോൾ ആയിരിക്കും, പറയാൻ പറ്റില്ല. തന്നെ ചെന്ന് നോക്കാം കേട്ടോ. അവിടെ 100 ഒരു വിഷയമാണ്. ഇതൊക്കെ ഉണ്ടോ? ഇതൊക്കെ ഇല്ല. ഉരുളക്കിഴങ്ങുണ്ട് ആണെന്ന് തോന്നുന്നു. പണിയുണ്ടോ അതിലേക്ക്? അമ്മയെ നോക്കാം. ഉരുളക്കിഴങ്ങാണോ ഇത്? ഇങ്ങനെയുണ്ട് ശാലിയൊക്കെ. കഴിച്ചില്ലല്ലോ. 1-2 എണ്ണം. എങ്ങനെയുണ്ടാവും ഫുഡ്? എല്ലാം മിക്സ് ആയി പോയെന്ന് മാത്രമേ ഉള്ളൂ. ഇടയില്ല. അയ്യേ, ഇതിൻ്റെ അകത്തോട്ടൊന്നും കാണിക്കാതെ കഴിച്ചു. എങ്ങനെയുണ്ട് ഷാരൂഖ് ഖാനെ? അപ്പം നമ്മൾ ഇവിടെ നിന്ന് വെക്കേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ 10 മണിക്കാണ് നമ്മുടെ വെക്കേറ്റിംഗ് ടൈം. അപ്പോൾ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കഴിച്ച് കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കുഴപ്പമില്ലായിരുന്നു, നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തായിരുന്നു, പൂരി ഉണ്ടായിരുന്നു, ബ്രെഡ് ടോസ്റ്റ് ഉണ്ടായിരുന്നു, ഇഡലി ഉണ്ടായിരുന്നു, പിന്നൊരു ചായ. കുഴപ്പമില്ലാത്ത ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അപ്പം നമ്മൾ ഇന്ന് ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യുകയാണ്. അപ്പം നമ്മളിനി എങ്ങോട്ടാണ് പോകുന്നത്? ബീച്ചല്ലേ? കേവാണോ? ഓക്കെ. അപ്പം ബീച്ചാണോ കേവാണോ ഇതൊക്കെ ഇനി തീരുമാനിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. അപ്പം എന്തായാലും നമ്മൾ ഇന്നലെ ആണെങ്കിൽ ഒരു ബീച്ചിൽ മാത്രമേ പോയുള്ളൂ, ഓം ബീച്ച്. പക്ഷേ അത് തന്നെ എന്നപ്പോൾ ഒരു സന്ധ്യ സമയമായിരുന്നു. അപ്പോൾ ഇന്നേലും ഒന്ന് നേരത്തെ എത്താൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ കുറച്ച് നേരത്താണ് ഇറങ്ങിയത്. കുറച്ച് നേരത്തെ ഇപ്പം തന്നെ ഒരു 10 മണിയായി. അപ്പം എന്തായാലും ഇനി നമുക്ക് അടുത്ത ബീച്ചിലാണോ
കേവിലാണോ എന്ന് നോക്കാം. അപ്പോൾ പോകുന്ന വഴി നമുക്കങ്ങ് പോയേക്കാം അല്ലേ ഗൈസ്? അപ്പം ഇനി നമുക്ക് റൈഡിൽ കാണാം. ആക്ഷൻ. Don't wanna sleep in, cause I got something to prove. I gotta take what I hate and finally make a move. I think of you and all the shit you don't do. Well, I'ma make hella sure that I don't become you. I have no regrets, yeah, I'll tattle my chest. I'll never forget what it's like to be in debt. Been stabbed in the back bed, I'll show you what happens. Pass me the mic and I'll show you with action. I feel this pain, you already know. Turn that to gains, let my money show. I've got these things that I can't let go. Watch me turn this life into something that you could never own. I feel this pain, you already know. Turn that to gains, let my money show. I've got these things that I can't let go. Watch me turn this life into something that you could never own. So fight and die for the things you know you love. Do what you think is right and see life do what you want. So fight and die for the things you know you love. Do what you think is right and see life do what you want. So give me all the scars, I'm a human being. Cover them with അടച്ചോടാ. മഴ പെയ്താൽ ഞങ്ങളിപ്പോൾ വിഭൂതി ഫോൾസിൽ എത്തിയിട്ടുണ്ട്. എല്ലാവരും ഇപ്പോൾ പാർക്കൊക്കെ ചെയ്ത് നമ്മളിനി പോകാനുള്ള സെറ്റപ്പിലാണ്. നമ്മുടെ ക്യാമറ ഒന്ന് ചെറുതായിട്ടൊന്ന് ചാർജ് ഡൗൺ ആയി. അപ്പോൾ ക്യാമറ ചാർജിങ്ങിന് വെച്ചിരിക്കുകയാണ്. ജസ്റ്റ് നമുക്കൊന്നും അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ആരിത്? ചെറിയൊരു പൂച്ച. ജസ്റ്റ് ഞാനൊന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുത്തു. സ്ക്രാച്ച് ആൻഡ് വിൻ ദ ലവ് എന്നല്ലേ ഇത് ചെയ്യാൻ. ഫോൾസിൽ നിന്ന് ജസ്റ്റ് ഇങ്ങോട്ട് ഇറങ്ങി കുറേ വീഡിയോസും കാര്യങ്ങളും എല്ലാം എടുത്തു. എങ്ങനെ ഉണ്ടായിരുന്നടാ? അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ. കാരണം നല്ല ട്രക്ക് ചെയ്ത് കയറാൻ കുറച്ചുണ്ട്, പക്ഷെ കയറുന്നത് നല്ല രസമായിട്ടുണ്ട്. മൊത്തം ഈ ഒരു ട്രക്കിംഗ് നല്ല കുറച്ച് നടക്കാനുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇനി ഇങ്ങോട്ട് വരുന്നവരാരും ഷൂസ് ഇട്ട് വരണ്ട, കാരണം അറ്റ്ലീസ്റ്റ് ഒന്ന് കാല് നനയ്ക്കണമെന്നുണ്ട്. തോന്നിയാൽ ഭയങ്കര പാടാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഈ സീസണിന്റെ ആയിരിക്കും.
പിന്നെ ഇവിടെ മുകളിലാണെങ്കിലും ഇപ്പോൾ വലിയ വെള്ളം ഇല്ലാത്തതുകൊണ്ട് ആൾക്കാർ ഇറങ്ങി കുളിക്കുന്നൊക്കെ ഉണ്ട്. ഇപ്പം വലിയ വെള്ളമുള്ള സമയത്ത് എങ്ങനെയാണെന്ന് അറിയില്ല. അങ്ങനെ നമ്മളും ജസ്റ്റ് ഒന്ന് കാല് മുക്കിയത് മാത്രമേ ഉള്ളൂ, അല്ല നമ്മൾ ഇറങ്ങി കുളിച്ചൊന്നുമില്ല. കാരണം ഇതെല്ലാം എടുത്തോണ്ട് ഞങ്ങളിപ്പോൾ എന്നാ റൂമിൽ ബാഗ് വെച്ചിട്ടൊന്നുമല്ല വന്നിരിക്കുന്നത്, ഞങ്ങൾ എല്ലാം കൂടെ പൊക്കിക്കൊണ്ട് നടക്കണം. അവിടെ ചെക്കൗട്ട് ചെയ്തിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ ഇനി ഞങ്ങൾ അടുത്ത സ്പോട്ട് ഏതാണ്? നാന കേവ്സ്, ധ്യാന. അപ്പോൾ ഇനി ഞങ്ങൾ അടുത്ത ധ്യാന കേവ്സ് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോവാണ്. സോറി ഗൈസ്, ധ്യാനയല്ലേ കേട്ടോ, ധ്യാന. എൻ്റെ ദൈവമേ. അപ്പോൾ ഗൈസ്, അപ്പം ഞങ്ങൾ ഇനി യാന കേവ്സിലോട്ട് പോവാണ്. കേവ്സ് യാന കേവ്സിലോട്ട് പോവാണ്. സുജിത്ത് എന്ത് ചെയ്യേ? സുജിത്ത് വയ്യ വീഡിയോ ഒക്കെ എടുത്ത് വരുന്നതേ ഉള്ളൂ. എല്ലാവരൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നടാ? കൊള്ളായിരുന്നു, അടിപൊളിയാണ്. പക്ഷെ കുളിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം. അതൊരു വിഷമമാണല്ലോ അല്ലേ? ഓ മൈ ഗോഡ്. അപ്പോൾ ഗൈസ്, അപ്പം നിങ്ങൾ കേട്ടില്ലേ ഗൈസ്? ഇതൊക്കെ വരുമല്ലോ അല്ലേ? അപ്പോൾ ഇനി അടുത്ത സ്പോട്ടിലോട്ടുള്ള പോക്ക്. വഴിയെടുത്ത് ഇപ്പം ഞങ്ങളെല്ലാം ജസ്റ്റ് യാന കേവ് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് വന്നിരിക്കുക. അപ്പം ഞങ്ങളിപ്പോൾ യാന കേവിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. ജസ്റ്റ് ഇങ്ങോട്ട് എൻട്രി അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. ഇവിടെ പാർക്കിങ്ങിനും പിന്നെ എൻട്രൻസിനും വേറെ ചാർജ് ആയിരുന്നു അല്ലേ? പാർക്കിങ്ങിന് 20 രൂപ എന്ന് പറഞ്ഞാൽ ഒരു ബൈക്കിന് 10 അല്ലേ? ഓക്കെ. അപ്പോൾ ജസ്റ്റ് അവര് പറഞ്ഞ കേട്ടില്ലേ? അത്രയൊക്കെ ഉണ്ട്. ഈ വേറെ അവിടെ നേരത്തെ ഒരു പെണ്ണ് സംസാരിക്കണം എന്തോ പറയണ്ടായിരുന്നു. ഏത് സൈലന്റ്? നമുക്ക് പിന്നെ കാണാം.
അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി. അധികമൊന്നും കാണാനില്ല, ചെറിയൊരു കേവ്, പക്ഷെ നല്ല രസമുണ്ട് അതിൻ്റെ അകത്തെ ഒരു വൈബ് എന്നൊക്കെ പറയും. ചെറിയൊരു വലിയ കേവ് അല്ലേ, അത് ഇറങ്ങുകയാണ്. ഞാൻ അടുത്ത സ്പോട്ടും കണ്ടു, നമ്മൾ ബീച്ചിലോട്ടല്ലേ. ഇത് നമ്മൾ ബീച്ചിലോട്ടാണ് കേട്ടോ. അടുത്ത ബീച്ച് ഇപ്പോൾ ഏതാ ഉള്ളത്? അടുത്തുള്ള ബീച്ച് ഏതാണ് അവിടെ പോകും, അല്ലെങ്കിൽ ആദ്യം ഫുഡ് അടിച്ചിട്ട് ഇരിക്കും. ഓക്കെ, അപ്പോൾ ഇനി ഫുഡ് അടിക്കാം ഗൈസ്. നമ്മളിപ്പോൾ കുട്ട്ലെ ബീച്ചിൻ്റെ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. അപ്പം ഇവിടെ നിന്ന് കുറച്ച് ഇറങ്ങിപ്പോകാനും കാര്യങ്ങളുണ്ട്. അങ്ങോട്ട് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കുറച്ച് തുമ്മലും കൂടെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇറങ്ങിപ്പോയി നോക്കാം എങ്ങനെയാണ് വ്യൂ എന്നൊക്കെ. ഇതിപ്പോൾ നമ്മൾ എന്നാ ഹോം ബീച്ചിൽ കഴിഞ്ഞ ദിവസം വന്നില്ലായിരുന്നു. ബീച്ചിൻ്റെ ആ വഴി തന്നെയാണ് ഇതും വന്നിരിക്കുന്നത്. കുറച്ച് പേരെ ഉള്ളോന്നൊരു സംശയമുണ്ട് കേട്ടോ ഇവിടെ. പക്ഷേ ഈ ബീച്ച് വ്യൂ എന്ന് പറയുന്നത് ഇവിടെ അപ്പോൾ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് ഇവിടുന്ന് തന്നെ ബീച്ച് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം നമുക്ക് എത്തിയിട്ട് നമുക്ക് ആ കിടിലം വ്യൂസ് ഒന്ന് നോക്കിക്കളയാം. ഇതോടുകൂടി ഞങ്ങളുടെ ഗോകർണ ട്രിപ്പ് ഇതോടുകൂടി കഴിഞ്ഞു. ഇപ്പോൾ കുട്ട്ലെ ബീച്ചിനോടും ബാക്കിയുള്ള ജനങ്ങളോടും എല്ലാം വിട പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പോവാണ്. തിരിച്ചു പോകാൻ നേരമായി. ഇപ്പോൾ കുറച്ച് സന്ധ്യയൊക്കെ ആയി. അപ്പോൾ എന്തായാലും ഇനി പോവാണ്. അപ്പോൾ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ദിസ് ഈസ് മീ, വെൽക്കം ഗൈഡ്, സൈനിങ് ഔട്ട്.